നാടിനെ സംബന്ധിച്ച് വളരെ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണ്. പ്രത്യേകിച്ച് നമ്മുടെ മുഖ്യമന്ത്രിയും നമ്മുടെ നേതാക്കന്മാരുമൊക്കെ വന്നിരിക്കുന്ന വേദി, ആ വേദിയിൽ ഇന്ന് ശ്രീ ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കുന്ന സമയമാണിത്. എനിക്ക് പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് പ്രത്യേകമായ നന്ദി പറയാനുണ്ട്. അതങ്ങ് എടുത്ത നിലപാട് ഒരാളെ തിരിച്ചറിയുന്നത് ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ്. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, എൻ്റെ പിതാവിന് ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ അങ്ങെടുത്ത നിലപാട് ധീരമായിട്ടുള്ളൊരു നിലപാടാണ് എന്ന് ഞാൻ പറയുവാൻ ഈ അവസരമെടുക്കുക. കാരണം അങ്ങയെ കാണുവാൻ ഞാൻ വന്നതാണ്. ഞാൻ അതിൻ്റെ വിവാദത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. അങ്ങയെ കാണുവാൻ ഞാൻ വന്നപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ മറക്കില്ല. അങ്ങ് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങൾ ഞങ്ങൾ മറക്കില്ല. എൻ്റെ അമ്മ എന്നോട് പറഞ്ഞു, എന്തു വന്നാലും മുഖ്യമന്ത്രിയെ പരിപാടിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ അതുകൊണ്ടാണ് നിരന്തരമായി അങ്ങയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് അങ്ങ് വരണം എന്ന് പറഞ്ഞതും അങ്ങ് ഇവിടെ വന്നതിലുള്ള സ്നേഹവും കരുതലും ഈ അവസരത്തിൽ പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയോട് ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അദ്ദേഹം ഇവിടെ വന്നപ്പോൾ എത്രത്തോളം പ്രാധാന്യം അദ്ദേഹം ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകൾക്ക് കൊടുക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഓർമ്മകൾക്ക് മാത്രമല്ല, ഏറ്റവും ആദരണീയനായ സ്വാമി ഗുരുരത്നം വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ എല്ലാവർക്കും വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുക. അദ്ദേഹം ഓർമ്മകൾക്ക് മാത്രമല്ല, ഞാനിന്ന് ഓർക്കുന്നൊരു കാര്യം, ഡോക്ടർ രവീന്ദ്രൻ എന്ന് പറഞ്ഞൊരു ഡോക്ടറുണ്ട്. എൻ്റെ പിതാവിനെ കുറേ നാൾ ചികിത്സിച്ച ഡോക്ടറാണ്. ഒരു ദിവസം ഡോക്ടർ എന്നെ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, പ്രിയപ്പെട്ട മുഖ്യമന്ത്രി എന്നെ ഇന്ന് വിളിച്ചിരുന്നു. എന്നിട്ട് പറഞ്ഞു, ഉമ്മൻചാണ്ടിയെ കണ്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. ഡോക്ടറിൻ്റെ ചികിത്സയിൽ ഉമ്മൻചാണ്ടി സാർ വളരെ മെച്ചപ്പെട്ടിരിക്കുന്നുവെന്ന് 2-3 വർഷങ്ങൾക്ക് മുമ്പ് ഡോക്ടർ വിളിച്ചു പറഞ്ഞ കാര്യം ഞാൻ മറന്നിട്ടില്ല. അപ്പോൾ വ്യക്തി എന്ന നിലയിൽ പരസ്പര ബഹുമാനം എന്താണെന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. എത്രത്തോളം പ്രാധാന്യം കൊടുക്കുന്നു എന്ന് അദ്ദേഹം കാണിച്ചു തന്നിട്ടുണ്ട്. 2022 ഒക്ടോബറിൽ അദ്ദേഹം എൻ്റെ പിതാവിനെ കാണുവാൻ വേണ്ടി പ്രത്യേകമായ വിമാനമാർഗം ആലുവയിലെത്തി. അതിനുശേഷം റോഡ് മാർഗം അദ്ദേഹം തിരിച്ചു പോയത് നമ്മളാരും മറന്നിട്ടില്ല. തീർച്ചയായിട്ടും അത്രയ്ക്ക് പ്രാധാന്യം ജീവിച്ചിരുന്നപ്പോഴും എൻ്റെ പിതാവിന് രാഷ്ട്രീയമായി പല അഭിപ്രായ വ്യത്യാസങ്ങൾ കണ്ടേക്കാം, പക്ഷെ അതിൻ്റെ അപ്പുറം വ്യക്തിബന്ധം എന്നുള്ളൊരു കാര്യമുണ്ട്. 1970 ഇവരൊന്നിച്ച് അസംബ്ലിയിലേക്ക് കടന്നു വന്നവരാണ്. ശ്രീ PJ ജോസഫ് സാറും അന്നുണ്ട്. അപ്പോൾ അത്രയ്ക്ക് പ്രാധാന്യം മുഖ്യമന്ത്രി എൻ്റെ പിതാവിന് കൊടുത്തിരുന്നു എന്നുള്ളത് ഈ അവസരത്തിൽ ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, അങ്ങയുടെ പ്രസൻസിന്, അങ്ങയുടെ സാന്നിധ്യത്തിന് പ്രത്യേകമായ നന്ദി ഒരിക്കൽ കൂടി ഞാൻ രേഖപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട ഡോക്ടർ ശശി തരൂർ MP, അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുക. ഒന്ന് സ്വാഗതം ചെയ്തിരുന്നു, പക്ഷെ അദ്ദേഹം ഇവിടെ ഇല്ലായിരുന്നു, അല്പം താമസിച്ചു വന്നതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ച് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യേണ്ട കാര്യമില്ല. കാരണം ഞങ്ങളുടെ കുടുംബത്തിലെ അംഗമാണ് എന്ന് ഞാൻ ഇന്നലെയും പറഞ്ഞു, ഇന്നും പറയും. അദ്ദേഹമാ ഞങ്ങളുടെ കുടുംബത്തെ വളരെയധികം പിന്തുണച്ചത് ഞാൻ മറക്കത്തില്ല. പ്രത്യേകിച്ച് എൻ്റെ പിതാവിന് വിദേശത്തേക്ക് 2 പ്രാവശ്യം കൊണ്ടുപോയിട്ട് ആവശ്യം വന്നു. 2019 അതേപോലെ 2022. 2019 3 ദിവസം കൊണ്ടാണ് അദ്ദേഹം വിസ ശരിയാക്കിയെങ്കിൽ, ജർമ്മനിയിലേക്കുള്ള വിസ 3 ദിവസം കൊണ്ടാണെങ്കിൽ 2022 ഒറ്റ ദിവസം കൊണ്ടാണ് അദ്ദേഹം ശരിയാക്കിയത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടിനെ സംബന്ധിച്ച് വിശ്വപൗരൻ, വിശ്വ മലയാളികൾക്കിടയിൽ ഒരു വാക്കുകൊണ്ട് ഏതൊരു ഡിപ്ലോമാറ്റിനെയും വിളിക്കുവാൻ സാഹചര്യമുള്ള വ്യക്തിയാണ്. അങ്ങയെയും മുഖ്യമന്ത്രിയെയും കേൾക്കാനാണ് വിദ്യാർത്ഥികൾ ഇത്രയും നേരം കാത്തിരുന്നതും ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നതും. പ്രിയപ്പെട്ട മുഖ്യമന്ത്രി വരും, പ്രിയപ്പെട്ട ശശി തരൂർ വരും എന്ന് പറഞ്ഞാണ് ഞാൻ പിടിച്ചിരുത്തിയിരിക്കുന്നത്. 9 മണി തൊട്ട് ഇരിക്കുന്ന കുട്ടികളാണ്. അതുകൊണ്ട് അങ്ങേക്കും പ്രത്യേകമായ സ്നേഹം ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതുപോലെ സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്വി, അദ്ദേഹവും ഇന്ന്
രണ്ടാമത്തെ പരിപാടിയാണ് എൻ്റെ പിതാവിൻ്റെ വന്ന് പങ്കെടുക്കുന്നത്. ആദ്യത്തെ ചടങ്ങിൽ ഇന്നലെ വന്ന് പുതുപ്പള്ളിയിൽ പങ്കെടുത്തു. ഇന്ന് തിരുവനന്തപുരത്ത് ലീഡർഷിപ്പ് സമ്മിറ്റിലും പങ്കെടുക്കുന്നു. അദ്ദേഹത്തെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വേദിയിലിരിക്കുന്ന എല്ലാവരെയും ഞാൻ ഒരു കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാർത്ഥികൾക്കുള്ള വലിയ അവസരം, പ്രിയപ്പെട്ട മുഖ്യമന്ത്രിയെ കേൾക്കുവാൻ, പ്രിയപ്പെട്ട ശശി തരൂരിനെ കേൾക്കുവാൻ, നേതാക്കളെ കേൾക്കുവാൻ ഈ ദിവസം മുഴുവൻ ഉണ്ടായിരുന്ന നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ടിരുന്ന് വലിയൊരു മെസ്സേജുമായിട്ടാണ് നിങ്ങൾ തിരിച്ചു പോകുന്നത്. മറ്റുള്ളവരെ സഹായിക്കുവാൻ ഏതൊക്കെ മാർഗം കിട്ടുമോ, എങ്ങനെയാണ് ഉമ്മൻചാണ്ടി കാണിച്ചത്, അതുപോലെ തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം എന്നുള്ള മാർഗം കാണിക്കുവാനാണ് നമ്മളിവിടെ കൂടിയിരുന്നത്. നിങ്ങൾ ഓരോരുത്തരോടുള്ള നന്ദി, വിദ്യാർത്ഥികളോടുള്ള നന്ദി, മാധ്യമങ്ങളോടുള്ള നന്ദി ഈ അവസരത്തിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ രാവിലെ തൊട്ട് ഈ പരിപാടിയിൽ വന്ന് ഇതിനെ വിജയിപ്പിച്ചു. ഒപ്പം വീക്ക് ആൻഡ് സോഷ്യൽ ഇന്നോവേറ്റേഴ്സിനോടും ഉള്ള നന്ദി അവസരത്തിൽ അറിയിക്കുന്നു. SLBS മാർക്ക് ലാൻഡ്സ്, ഒപ്പം റോബിൻസ് കേറ്ററിംഗ്, എല്ലാവരും എക്സെട്ര കരിയർ കൗൺസിലിംഗ് ഉൾപ്പെടെയുള്ള ഇതിനെ പിന്തുണച്ച എല്ലാ ഭീമ ജ്വല്ലേഴ്സ് ഉൾപ്പെടെ പിന്തുണച്ച എല്ലാവരും നന്ദി അറിയിക്കുന്നതോടൊപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും സ്നേഹത്തിനും കരുതലിനും നന്ദി കൂടി പറയുകയാണ്. എൻ്റെ പിതാവിൻ്റെ മരണശേഷം ഈ നാട്ടിലൂടെ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പോയപ്പോൾ നിങ്ങൾ ഓരോരുത്തരും കൂടെ നിന്നു. അതിന് ജാതിയോ മതമോ രാഷ്ട്രീയമോ ഒന്നും ഉണ്ടായിട്ടില്ല. അതിന് ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങളും ഉണ്ടായിരുന്നു. തിരുവനന്തപുരം ഒന്നായി അണിചേരുന്നത് കാണുന്ന കാഴ്ച, രാത്രി മുഴുവൻ അദ്ദേഹത്തിൻ്റെ ബോഡി കാണുവാൻ ആളുകൾ വന്നുകൊണ്ടേയിരുന്നു. ഈ നഗരം ഉറങ്ങാത്ത രീതിയിലായിരുന്നു. അതിനുശേഷം ഞങ്ങളോടൊപ്പം 3 മണിക്കൂർ എടുത്തു ഈ നഗരം വിടുവാൻ. രാവിലെ 7 മണിക്ക് തുടങ്ങിയ യാത്ര ഈ നഗരം വിട്ടപ്പോൾ 9 മണി കഴിഞ്ഞിരുന്നു. ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു യാത്രയയപ്പാണ് തിരുവനന്തപുരം നൽകിയത്. ഇപ്പൊ തിരുവനന്തപുരത്ത് നടക്കുന്ന ഈ അനുസ്മരണ സമ്മേളനം എന്ന് ഞാൻ പറയും, അത് നിങ്ങൾ ഓരോരുത്തരെയും, തിരുവനന്തപുരത്തിനെ അദ്ദേഹം ഒത്തിരി സ്നേഹിച്ചിരുന്നു. ഈ നാടിന് വേണ്ടി ഒത്തിരി പ്രവർത്തിക്കാൻ ആഗ്രഹിച്ചിരുന്നു. തിരുവനന്തപുരത്തിനോടും ഇവിടുത്തെ ജനങ്ങളോടും ഇവിടുത്തെ സമൂഹത്തിലുള്ള നന്ദി കൂടി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു.